ഈ വഴി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ ഏതാ സ്ഥലം എന്ന്. മനസ്സിലായവരുണ്ട് ഈ കമൻറ്റ് ബോക്സിൽ ആദ്യം കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കൊല്ലങ്കോടിൻ്റെ കാഴ്ചകളിലോട്ടാണ്. കൊല്ലങ്കോട്ടിലെ വെള്ളരിമേട് കാണാനാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. ഈ വഴിയിലൂടെ നമ്മൾ നേരെ പോയാൽ വെള്ളരിമേട് എത്തും. ഇത് കാച്ചാങ്കുറിശി അമ്പലമാണ്. ഈ സൈഡിലൂടെയുള്ള റോഡിലൂടെ വേണം പോകാൻ. ആ റോഡിലൂടെ ഇങ്ങ് കയറി ഒരു 3 കിലോമീറ്റർ വരണം ഇവിടെ ഒരു സൈഡിലോട്ട്. അപ്പോൾ ഒരു കിലോമീറ്റർ എത്തിയാൽ ഇതുപോലെ ഇങ്ങനെ വാട്ടർ ടാങ്കും ബാക്കിലും മലനിരകൾ കാണാം. ഇത് ഇങ്ങോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്, വെള്ളരിമേട് ഇങ്ങോട്ട് നിന്ന് ഒരു മേട് കയറി ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. ഇനി അവിടെ വെച്ചിട്ട് നമ്മുടെ കാഴ്ചകൾ കാണാം. പക്ഷേ ഇവിടെ നിന്നപ്പോൾ എന്ത് ഭംഗിയല്ലേ, ഈ പാറിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയോ ഈ മലനിരകൾ കാണാൻ. നെല്ലിയാമ്പതി മലനിരകളാണേ. കൊല്ലങ്കോട് വരുന്നവരെ അധികം ആർക്കും അറിയില്ല ഒരു കാര്യം. എനിക്കും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നമാണോ എന്നറിയില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പുള്ള പ്രശ്നം, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രശ്നമാണ്. അതിൻ്റെ പല കാര്യങ്ങളും ആർക്കും അങ്ങനെ അറിയില്ല. കുറേയൊക്കെ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അധികം ഞാൻ സസ്പെൻസ് തരാതെ ഞാൻ വേഗം കാര്യത്തിലോട്ട് കിടക്കാം. കൊല്ലങ്കോട് വെള്ളരിമേട് പോകുന്ന വഴിയാണ് കേട്ടോ അത്. അപ്പോൾ അവിടുത്തെ കുറച്ച് ഇങ്ങോട്ട് മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെ ശ്രീ മഹാരാജ് പൾപ്പ് ആൻഡ് പേപ്പർ മിൽസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് മഹാരാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ ചിഹ്നം എല്ലാം കാണാൻ പറ്റും. ഒരു പേപ്പർ മില്ല് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അതിൻ്റെ മതിലാണ് കേട്ടോ ഈ കാണുന്നത്. അതിപ്പോൾ പൂട്ടിക്കിടക്കാണ്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, ആ രാജമുദ്രയൊക്കെ ഉണ്ട്. ഒരുപക്ഷെ രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നായിരിക്കണം. പിന്നെ വല്ല സ്വത്ത് തർക്കം വന്നിട്ട് ഇത് പൂട്ടിപ്പോയതായിരിക്കണം. ഇത് കണ്ടില്ലേ, സെക്യൂരിറ്റി ഏരിയയാണ്. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, സാമൂഹ്യ വിരുദ്ധന്മാർ ഓരോന്ന് അടിക്കാൻ വേണ്ടി, സ്മോൾ അടിക്കാൻ വേണ്ടി വെച്ചിരിക്കണം. പിന്നെ അവിടെ ഒരു ബോർഡ് കാണാം കേട്ടോ. പിന്നെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന വെള്ളരിമേട്ടിലോട്ട് ഇറങ്ങിപ്പോകുന്ന വഴിയാണ് അങ്ങോട്ട്. ഇവിടെ മൊത്തം കാട് പിടിച്ചെടുക്കണം. ഒരു ജണ്ടിയും കാണുന്നുണ്ട്. അപ്പോൾ ജണ്ടിയും വെച്ചു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരിക്കും ഇപ്പോൾ അത് കാണുന്നുണ്ടാവുക. അവിടെ എന്തോ ഒരു കറുപ്പ് ഒരു പാറയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇവിടെ അടുത്ത് ചോദിക്കാൻ അടുത്ത വീഡിയോകൾ ഒന്നുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട് കേട്ടോ. അല്ലാതെ ഇതിന് പുറകെ സഞ്ചരിക്കാനൊന്നും എനിക്ക് സമയമില്ല. ഇനി നമുക്ക് വെള്ളരിമേടിൻ്റെ കാഴ്ചകളിലോട്ട് പോകട്ടോ. ഇതാണ്ടില്ല, ആ പേപ്പർ മില്ലിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് ഈ കാണുന്നത്. ഇത് ഞാൻ ഇവിടെ ഒരു ചേച്ചീൻ്റെ അടുത്ത് ചോദിച്ചേ. അപ്പോൾ ഈ കൊട്ടാരം വക തന്നെയാണ് ഈ മില്ല്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഫോറസ്റ്റുകാരുമായിട്ടുള്ള ഒരു തർക്കത്തിൽ, നമ്മൾ ജണ്ട കണ്ടല്ലോ, അപ്പോൾ ആ തർക്കത്തിൽ പെട്ട് ആകെ കുളമായിട്ട് ഇത് ക്ലോസ് ചെയ്തത്. ഇതുണ്ട്, ആയുർവേദ പ്ലാന്റ് കൾട്ടിവേഷൻ അനുവാദമില്ലാതെ അകത്ത് കിടക്കരുത്, ഇല്ല കയറുന്നില്ല. അത് കണ്ടില്ലേ, നന്നായി ഓടിയ മില്ലാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. അവരുടെ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുമ്പോഴൊക്കെ നന്നായി ഓടിയ മില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഫോറസ്റ്റുകാരുമായിട്ടുള്ള ഒരു ഫൈറ്റിൽ അതങ്ങനെ നഷ്ടമായി. പിന്നെ കുറച്ച് ഭാഗം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് നോക്കണമെങ്കിൽ മാങ്ങാത്തൊടിയും അതുപോലെ തന്നെ ബാക്കിൽ മലനിരകളുടെ കാഴ്ചകൾ. ഇവിടെ എവിടെ നിന്നാലും ഭയങ്കര സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ട് ഓരോ വീഡിയോ എടുത്ത് പോകാൻ തോന്നും. അതാണ് ഈ കൊല്ലങ്കോട് വന്നാലുള്ള പ്രത്യേകതയും. അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുള്ളായിരിക്കും കേട്ടോ നമ്മൾ ഈ വഴി വരികയാണെങ്കിൽ. ഇതുണ്ടല്ലേ, ഈ പാലമൊക്കെ ഭയങ്കര ഫേമസ് ആട്ടോ. ഇങ്ങനെ ഈ പാലിങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറുന്ന ഒരു കാഴ്ച, ആഹാ, അതിഗംഭീര കാഴ്ചയാണ്. ചെറിയ രീതിക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. കണ്ടില്ലേ, അയ്യോ, ആ പാറകളൊക്കെ നോക്കിയ ഷീപ്പ് ഇങ്ങനെ വെള്ളം ഓടി തുളയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങ് കണ്ണെത്താ ദൂരത്തേക്ക് മാവിൻ തോപ്പുകളാണ് ഇഷ്ടം പോലെ. എന്തായാലും പാലക്കാടിൻ്റെ കൊല്ലങ്കോടിൻ്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ വരുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. കുറച്ച് വർഷമായിട്ട് വെള്ളച്ചാട്ടങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിക്ക് ചെറിയ രീതിക്ക് വെള്ളച്ചാട്ടമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാലവർഷം തുടങ്ങിയതിൻ്റെ ഒരു സൂചനയായിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് ചാറ്റൽ മഴകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സിൽ അതാണ് കേട്ടോ കാണുന്നത്. വൈപ്പർ ഇട്ടാലും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ ഒരു ചാറ്റൽ മഴയിൽ ഈ വഴിയിലൂടെ പോകാൻ ഒരു സുഖം. ഈ നാട്ടുവഴികളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു വീക്കെൻഡൊക്കെ ചിലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ഫ്രീ ആവും കേട്ടോ. മൊത്തം തെങ്ങും തോപ്പൊക്കെ ഉള്ള ഏരിയയാണ്. അത് മാവും തോപ്പ്, തെങ്ങും തോപ്പൊക്കെ. ആരും കാണുന്നില്ലല്ലോ. ഇതന്നെയാണോ വഴിയെന്നറിയില്ല. ആരുടെ അടുത്തേക്കും വഴി ചോദിക്കാനേ. റോഡ് പറയാൻ മൺ റോഡാണ്.
ആരും ഇവിടെ കാണുന്നില്ലല്ലോ. പക്ഷെ വണ്ടി പോയ പാടൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് വണ്ടികൾ പോയ പാട്. നോക്കി തെങ്ങും തോപ്പാണ് കേട്ടോ മുഴുവൻ. ആന വരുന്നുണ്ടെന്ന് തോന്നുന്നു. കമ്പി വേലി കെട്ടിയിട്ടുണ്ട്, മറ്റേ ഫെൻസിങ് ഇല്ലേ, കറണ്ട് വെച്ചിട്ടുള്ള ഫെൻസിങ്ങിൻ്റെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ആന കാണും ഇവിടെയൊക്കെ. എന്തത്, ആരിനെയും കാണുന്നില്ല. ഇതന്നെയാണോ വഴിയെന്ന് അറിയില്ല. തിരിച്ചു പോവാറാവാ. തിരിച്ചു പോണി ഇതേ വഴി തന്നെ വരണമല്ലോ. നോക്കാം. മെത്തി മെത്തി മെത്തി, സ്ഥലം എത്തി. ഇവിടെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ബസ്സൊക്കെ. ഇതേ ബസ്സുകൾ ഇവിടെ എവിടെയും പാർക്ക് ചെയ്യണോ അതോ അങ്ങോട്ട് പോകണോ? നിറയെ ആൾക്കാരുണ്ടല്ലോ. വാവ്, മഴക്കാറും ചെറിയ മഴ പാറ്റലും ഉണ്ട്. അത് കാരണം വെളിച്ചത്തിന് ഒരു കുറവുണ്ട്. പക്ഷെ നോക്കിയേ, ഒരു ഭംഗി. വാവ്, വണ്ടർഫുൾ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് താഴെ കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയുടെ മാതൃകയിൽ ഇപ്പോൾ എല്ലാവിടെയും വെച്ചിട്ടുണ്ട് കേരളത്തിൽ. ആ സംഭവം ഉണ്ട്. ഇവിടെ ചെറിയൊരു തട്ടുകട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, കബീർ എണ്ണൻ്റെ ഒരു ചായക്കട വരുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞത് ഇവിടെ ഒരു ചായക്കട. അവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇവിടെ കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ, ഫാമിലി ആയിട്ട് വന്നിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് പോവാം. ഇവിടേക്ക് പോയിട്ട് കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നോക്കിയിട്ട് വരാം. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴിത്താര പോകുന്നുണ്ടല്ലോ. എന്തായാലും മലയാടി വരം വരെ പോവാം. കാലാവസ്ഥ നല്ലതാണെന്ന് കരുതി വന്നു. കാലാവസ്ഥ നല്ല തന്നെയാണ്. പക്ഷെ ചെറിയൊരു മഴച്ചാറ്റൽ, അത് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നല്ല രസമാണ്. അതുപോലെ തന്നെ എല്ലാവരും വീക്കെൻഡൊക്കെ കഴിയാറായല്ലോ. അതുപോലെ തന്നെ വെക്കേഷൻ കഴിയാറായി. അപ്പോൾ എല്ലാവരും വന്ന് ജസ്റ്റ് ഒന്ന് ആസ്വദിച്ച് പോകുമെന്ന് കരുതി ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. എന്നാൽ അധികം തിരക്കില്ല. കണ്ടില്ലേ, ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടല്ലോ, ചെറിയൊരു അമ്പലം സെറ്റപ്പൊക്കെ ഉണ്ട്. ഇങ്ങോട്ടൊരു പാറയാണ്, അതിൻ്റെ മേലിലോട്ട് വണ്ടികൾ ഓടിച്ച് കയറ്റിയൊരു പാടൊക്കെ ഉണ്ട്. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു തോടുണ്ടെന്നാണ്. എന്തായാലും തോട് പോയി കാണാം. ഇതിന് താഴെ എനിക്ക് തോന്നുന്നു പലകപ്പാണ്ടി പദ്ധതിയുടെ ആ ഒരു കനാലായിരിക്കണം. ചേട്ടൻ പറഞ്ഞ പോലെ ഒരു തോടാട്ടോ. ജസ്റ്റ് പാറക്കൂട്ടങ്ങളും ആ മലയുടെ കാഴ്ചകളും, പിന്നെ ഇതാ ഇങ്ങോട്ട് ഒരു തോടൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു തോട്. ആ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തെങ്ങും തോപ്പും കുറേ വീടുകളും. കുറേ വീടുകളെന്ന് പറയാൻ പറ്റില്ല, കളപ്പുരകളായിരിക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെയുള്ള ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഈ കൊല്ലങ്കോട് പറഞ്ഞ സ്ഥലത്തിൽ ഇങ്ങോട്ട് അധികം പേര് താമസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കാൻ അത്ര അനുയോജ്യമല്ല എന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പ്ലാച്ചിമട പോലെ തന്നെ പാലക്കാടിനെ ഞെട്ടിച്ച ഒരു കാഴ്ചയായിരുന്നു എൻഡോസൾഫാൻ ദുരന്തങ്ങൾ. അതായത് ഇവിടെ നിറയെ മാന്തോപ്പുകളും തെങ്ങും തോപ്പുകളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് തരം, അതുകൂടാതെ തന്നെ ഈ മാങ്ങാത്തോപ്പുകളിലടിക്കുന്ന എൻഡോസൾഫാൻ മനുഷ്യന് ഒട്ടും നല്ലതല്ല. അതായത് ഇവിടെയുള്ള മാങ്ങാത്തോപ്പുകളിൽ നിന്ന് എൻഡോസൾഫാൻ അടിച്ച് ഒരുപാട് പേർക്ക് പല ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇവിടെ ആരും താമസിക്കാത്തത്. പിന്നെ അതുകൂടാതെ തന്നെ ഒരു സൗകര്യങ്ങളില്ല. അടുത്ത് നല്ലൊരു ഹോസ്പിറ്റലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ദൂരെ ടൗണിലോട്ട് പോകണം. അതുകൊണ്ടായിരിക്കണം ഇവിടെ അങ്ങനെ സാധ്യതകളില്ലാത്തത്. പിന്നെ അതുകൂടാതെ തന്നെ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള വാഹന സൗകര്യങ്ങളും അതൊക്കെ ആയിരിക്കും. ഈ ഇത്രയും മനോഹരമായിട്ട് ഈ കൊല്ലങ്കോട് ഗ്രാമത്തിലെ ഈ സൈഡിലോട്ട് ഉള്ളിലോട്ട് അധികം താമസക്കാരില്ലാത്തത്. അതിപ്പോൾ ഏതൊരു ഗ്രാമത്തിൽ പോയാലും നമ്മൾ ഏരിയകളിലോട്ട് പോയാൽ ആൾക്കാർ കമ്മിയായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വഴിയും ഇല്ലാത്തവരായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. കാരണം അവരുടെ തോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അങ്ങനെ ഉള്ളവരേ ഉള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് ഒരാളും ഇങ്ങോട്ട് പ്രിഫർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്നത് തന്നെ അവിടെ ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് എല്ലാവരും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരുന്നത്. കണ്ടില്ലേ, അടിപൊളിയാണ്. ഇതുണ്ട് ചെറിയൊരു തോട്, ആ മലയിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാല് കഴുകാം. തണുപ്പുണ്ടാവും. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പാ. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇത് ഒരു ചെറിയൊരു ഒഴുക്കേ ഉള്ളൂ. അത്യാവശ്യം മഴക്കാലത്ത് നല്ല വെള്ളം വരുമായിരിക്കും ഈ തോട്ടിലൂടെ. കണ്ടില്ലേ, അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയൊരു ചാലാണേ. ഇതെന്താ, ഒരു മുള്ളിച്ചെടി, അതിലൊരു പൂക്കളും ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്.
ഇതെന്ത് പൂവാണ് എന്ത് ചെടിയാണെന്ന് അറിയുന്നില്ല. കാണാൻ നല്ല രസമുണ്ട്. ഇത് കണ്ടില്ലേ? കൊള്ളാം. എന്താ ആൾക്കാരെല്ലാവരും അങ്ങോട്ട് പോകുന്നു? അവിടെ എന്താ കാണാൻ? എന്തായാലും ഒന്ന് പോയി നോക്കാം കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ തോട് തന്നെ ആയിരിക്കും. ഇതേയും മുല്ലപ്പൂ പോലത്തെ വേറൊരു പൂക്കൾ ഇതുണ്ടല്ലേ, മണമുണ്ട് കേട്ടോ. മുല്ലപ്പൂ പോലെ തന്നെ മണമുണ്ട്. അറിയിപ്പ് പോടോ, കൊല്ലങ്കോട് ഗ്രാമത്തെ വെള്ളം ജാഗ്രത പാലിക്കും. അപ്പോൾ വെള്ളച്ചാട്ടമാണ്, അതിൽ കുളിക്കുന്ന ഒരു സെറ്റപ്പാട്ടാ. ചെറിയൊരു തോടും അവിടെ ഒരു വെള്ളച്ചാട്ടവും, കുളിക്കാൻ പറ്റും. ഇപ്പോൾ വെള്ളം കമ്മിയാണ്, അത് കാരണം ഓക്കെയാണ്. അതിന് ശേഷമാണെങ്കിൽ നല്ല മഴക്കാലത്തൊക്കെയാണെങ്കിൽ ഇറങ്ങണം ബുദ്ധിമുട്ടാട്ടാ. നമ്മൾ ആ വെള്ളരിമേടുന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു കുളത്തിന് നടുക്കൊക്കെ ആൾക്കാർ നിന്ന് മീൻ പിടിക്കുന്നത്. എന്താ സംഭവം എന്ന് എന്തായാലും കാണണമല്ലോ. അത് സെറ്റപ്പ്. ഇവിടെ ഒരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ഇറങ്ങിപ്പോയി നോക്കുക കേട്ടോ. ഒരു ചേച്ചിയും 2-3 പിള്ളേരുണ്ടല്ലോ. അതെന്താ സെറ്റപ്പ്, നടുക്ക് പോയിട്ടാണല്ലോ ചൂണ്ടയിടുന്നത്. വലിയൊരു കുളം കേട്ടോ. കുളത്തിന് നടുക്ക് ഇങ്ങനെ കുറേ മൺതിട്ടകളുണ്ട്, അതിൽ നിന്നിട്ടാണ് അവർ പിടിക്കുന്നത്. ഈ കാണുന്നതാണ് താമരപ്പാടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലുള്ള ഒരു വ്യൂവും നല്ല രസമാണ്. അതുപോലെ തന്നെ ഇതാണ്ടല്ലേ ബോർഡ്, ഇവിടെ റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആയ സ്ഥലമാണ്. ഇവിടെ ഒരു കുഞ്ഞു ചായക്കടയുണ്ട്, തട്ടുകട സെറ്റപ്പ് പോലെ. ചെറിയ ചായക്കട തന്നെയാണ്. അവിടെ 2-3 ചെയറൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസം കേട്ടോ. ഞാൻ കുറേ നേരം കാറ്റുകൊണ്ടിരുന്നു, പിന്നെയാണ് വിചാരിച്ച് ഒരു വീഡിയോ എടുത്താലോ എന്ന്. ഇവിടുന്ന് ഇങ്ങനെ പാടമൊക്കെ ഉഴുതിട്ട പോലെ ഉണ്ട്. ഇനിയിപ്പോൾ പഞ്ചി ഇറക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും, പച്ചപ്പായിരിക്കും ഇവിടുന്ന് ഈ മലനിരകളൊക്കെ കാണാൻ. പിന്നെ അതുകൂടാതെ തന്നെ ഈ മരത്തണലിലിരുന്ന് ഒരു ചായയൊക്കെ കുടിക്കാൻ നല്ല സെറ്റപ്പല്ലേ. അപ്പം ഇവിടെ 2 ചേച്ചിമാരാണ് കേട്ടോ ഈ ചായക്കട നടത്തുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മാങ്ങയും വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഒരു പരിപ്പാടി കട്ടൻ ചായയും പറഞ്ഞു. കട്ടൻ ചായയും പറഞ്ഞാൽ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ കാഴ്ചയും കണ്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഓരോ നാട്ടു വർത്തമാനങ്ങളൊക്കെ ഇവരോട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ചേച്ചി ചെറിയൊരു മാങ്ങ ഉപ്പിലിടുന്ന സെറ്റപ്പൊക്കെ ചെയ്യാൻ കേട്ടോ. അവരിങ്ങനെ മുറിച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതും നമ്മളെ പോലുള്ളവർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇവരുടെ നാട്ടു വർത്തമാനമൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിലാണ് ആ ഫേമസ് ആയ റീലുകളിലൊക്കെ ഫേമസ് ആയ ആ കളപ്പുര. ആ വീട് പോലും കളപ്പുര അടുത്താണ് കേട്ടോ. ഇതാണ് താമരപ്പാട് ഗ്രാമം. അങ്ങോട്ടൊക്കെ ഇങ്ങനെ കുറേ കുടിലും പിന്നെ അതുപോലെ തന്നെ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. പിന്നെ അങ്ങോട്ടൊക്കെ കാർ പാർക്കിംഗ് സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ ഫേമസ് ആയ ആ കളപ്പുരയും ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള മലനിരകളുടെ ഒരു കാഴ്ച. മുൻപൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരുന്നവർക്ക് വേണ്ടിയിട്ട് പേ പാർക്കിംഗ് ഏരിയ കണ്ടോ, ഒരു ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയിട്ട് ആൾക്കാരിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ എന്താ പറയുക, ആൾക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിയിട്ടാണ് കൊല്ലങ്കോട് ഇപ്പോൾ ഇരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു ഭംഗി കാണാനും ആസ്വദിക്കാനുമായിട്ട് ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ അവരൊന്നും ഇവിടെ മലിനീകരിക്കാതെ പോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൃഷി ഇറക്കുന്നവർ ഒരുപാടുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ കൃഷിയിൽ വരുന്ന ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. ആനയടക്കമുള്ള പന്നി, മയിൽ, അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ വന്ന് ഇവരെ ശല്യപ്പെടുത്താറുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണ സാധനങ്ങളെല്ലാം ഇടുന്നതും ഇവർക്കും ഒരു ഇതാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു ഭംഗി നിലനിർത്താൻ വേണ്ടി അവർ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. കൊല്ലങ്കോടിൻ്റെ മറ്റു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ.